ഒരു 100 ഗ്രാം പച്ചപ്പട്ടാണി അഥവാ ഗ്രീൻ പീസ് ആണ് നമ്മൾ എടുത്തത്. അത് ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. ആ പാത്രത്തിൽ എടുത്തതിന് ശേഷം അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് ഈ പച്ചപ്പട്ടാണി നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മളൊരു ഉച്ചക്കൊക്കെയാണ് ഇത് വെള്ളം ഒഴിച്ച് വെക്കുന്നത്. പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് പിറ്റേന്ന് രാവിലെ നമ്മൾ ആദ്യം ഇതേപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ആ ട്രേയിൽ നമ്മൾ ഇതേപോലെ ഒരു കാർഡ്ബോർഡ്, ഈ കാർഡ്ബോർഡോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്ത് വേണമെങ്കിലും നമുക്ക് അടിഭാഗത്ത് ഇതേപോലെ വിരിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ വിരിച്ചു കൊടുത്തു. അതിനുശേഷം ആ ട്രേയിൽ ആ കാർഡ്ബോർഡിന് മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ചണച്ചാക്കിൻ്റെ പീസ് നമ്മൾ നനച്ചതിന് ശേഷം ഇതേപോലെ എടുത്ത് വിരിക്കുന്നുണ്ട്. അത് നമുക്ക് ചണച്ചാക്കിൻ്റെ പീസോ അല്ലെങ്കിൽ നമുക്ക് ടർക്കിയുടെ പീസോ അങ്ങനെ എന്ത് വേണമെങ്കിലും അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയോ ഒക്കെ നമുക്ക് ഇതേപോലെ വിരിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇന്നലെ കുതിർത്ത് വെച്ച നമ്മുടെ പച്ചപ്പട്ടാണി നമ്മൾ എടുക്കുന്നുണ്ട്. ആ പട്ടാണി നമ്മൾ ഇതിലേക്ക് നമ്മൾ വിതറി എടുക്കുന്നുണ്ട്. അതിൻ്റെ മുഴുവൻ ഭാഗത്തും നമ്മൾ വിതറി എടുക്കുന്നുണ്ട്. 100 ഗ്രാം പച്ചപ്പട്ടാണിയാണ് നമ്മൾ ഇന്നലെ കുതിർത്ത് വെച്ചത്. അത് മുഴുവനായിട്ട് നമ്മൾ ഈ ട്രേയിലേക്ക് ഇതേപോലെ വിതറി വെക്കുന്നുണ്ട്. അപ്പോൾ ആ പച്ചപ്പട്ടാണി മുഴുവനായിട്ടും നമ്മൾ ട്രേയിലേക്ക് വിതറിയെടുത്തു. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഇതിന് മുകളിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നമ്മൾ സ്പ്രേ ചെയ്തെടുത്തു. ഇനി നമ്മളിത് 2-3 ദിവസം നമ്മൾ വീടിനുള്ളിലാണ് വെക്കുന്നത്. അപ്പോൾ വെയിലൊന്നും കൊള്ളിക്കാതെ വീടിനുള്ളിൽ നമ്മൾ വെക്കുന്നുണ്ട്. ഒരു 2 ദിവസം കഴിഞ്ഞ് നമ്മളിത് വെളിയിലേക്ക് എടുത്തിട്ടുണ്ട്, വീടിന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം. അതിനുശേഷം അതൊരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള വലുപ്പമാണിത്. അപ്പോൾ ഈ 4-5 ദിവസവും നമ്മൾ കുറച്ച് സമയം, പകൽ സമയം ഒരു 3-4 മണിക്കൂർ നമ്മൾ വെയിൽ കൊള്ളിക്കുന്നുണ്ട്. അതേപോലെ ചെറുതായിട്ട് വെള്ളം സ്പ്രേ ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെയിലൊരു 3-4 മണിക്കൂറൊക്കെ കൊള്ളിച്ചതിന് ശേഷം നമ്മൾ വീടിനകത്ത് വെക്കും. ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള മുളയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് നമുക്കൊരു 6 ദിവസം ആയാൽ മുതൽ നമുക്കിത് ഉപയോഗിക്കാം. ഇത് നമുക്ക് പച്ചയിൽ ഉപയോഗിക്കാം. നമുക്കിത് ഇതേപോലെ ഇതിൻ്റെ വേര് ഒഴിവാക്കിയതിന് ശേഷം നമുക്കിത് പച്ചയോടെ കഴിക്കാം. പിന്നെ നമുക്ക് പച്ചക്കറിയോടൊപ്പം സലാഡിൽ അരിഞ്ഞിട്ടതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ വേവിച്ച കറിയുടെ മുകളിൽ നമ്മൾ മല്ലിച്ചപ്പൊക്കെ ഉപയോഗിക്കുന്നത് പോലെ നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ഇതേപോലെ ഈ ഗ്രീൻ പീസ് മുളപ്പിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് സാധാരണ നമ്മൾ പട്ടാണി കഴിക്കുന്നതിനേക്കാളും എത്രയോ വലിയ ഗുണങ്ങളാണ് ഇതിനുള്ളത്. നമ്മുടെ ഹൃദയത്തിന് ഇത് വളരെ നല്ലതാണ്, വയറിന് വളരെ നല്ലതാണ്, കണ്ണിനും വളരെ നല്ലതാണ്. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെയായിട്ട് നമ്മുടെ ടൈറ്റിലിന് തൊട്ട് മുകളിലായിട്ടൊരു ചെറിയ പ്ലേ ബട്ടൺ കാണാം. ആ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയിലേക്ക് എത്താം.